ഇറാന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ശോകമായ അവസ്ഥകളാണ്. കുട്ടികൾ 10ാം ക്ലാസ് ഫെയിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് ഞാൻ ഇനി +2 പോകുന്നില്ലെന്ന് പറയുന്നത്. മെറൈൻ കോളേജസ് ഇഷ്ടം പോലെ തുറന്നിട്ടുണ്ട്. വലിയ കപ്പൽ കാണിച്ചു കൊടുക്കും, ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. വലിയ കപ്പലത് ചെന്ന് കയറുന്നതാ ഒരു പൊട്ട ഫിഷിംഗ് വെസലിലായിരിക്കും. അതും കൊണ്ടുപോയിടുന്നത് ഇറാനെ പോലത്തെ കൺട്രീസിൽ. അത് കണ്ണിൽ ഇടേണ്ട പ്രൊട്ടക്ഷനോ ഗ്ലൗസോ അതുപോലും കൊടുക്കാറില്ല. ചിലവർക്ക് സാലറി കിട്ടിയിട്ടില്ല, 5-6 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. ഇത് റീൽസിലും ഇതിലും കാണിക്കുമ്പോൾ മാത്രം എല്ലാവരും ഓടിച്ചാടി അങ്ങോട്ട് കോഡ്സ് ചെയ്ത് വീടും വസ്തു എല്ലാം ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് അവരെ മക്കളെ സ്വപ്നം നിർവഹിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പൊ ഈ മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഡ്രീം ജോബാണ്. ചവറ് കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട്. സോ ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം ജോലിയെ ബാധിക്കുന്നുള്ളൊരു പേടി മനീഷിനെ. നമസ്കാരം, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് ആള് ഒരുപാട് സഫറിങ്ങിലൂടെ വന്ന ഒരു വ്യക്തിയാണ്. ആൾ എനിക്ക് ഒരു ദിവസം മെസ്സേജ് അയക്കുകയാണ്, എനിക്ക് ശാലു ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണമെന്ന്. സോ ലെറ്റ്സ് വെൽക്കം മനീഷ്. ഹായ്. എന്നോട് കുറച്ചായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഷോക്കിങ്ങിലാണ്. സോ ഇത് ലോകത്തോട് പറയണമെന്ന് എനിക്കും തോന്നി. അതാണ് മനീഷ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം മനീഷ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെർച്ചന്റ് നേവി ഇതിലാണ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് ഡ്രീം ജോബായി കാണുന്ന ഒരു ജോബാണ് മെർച്ചന്റ് നേവി. അപ്പം എന്താണ് മനീഷിന് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ? മെർച്ചന്റ് നേവി എന്ന് പറയുമ്പം ഈ പ്രൊഫഷൻ എല്ലാവരും കാണുമ്പോൾ 2 തരത്തിലാണ് കാണുന്നത്. ചിലവർ വിചാരിക്കും റീൽസിൽ കണ്ടു കഴിയുമ്പം നല്ല വെള്ളക്കുപ്പായവും നല്ല ആപ്ലെറ്റ്സ് ഒക്കെ വെച്ച് ഇറങ്ങി കഴിയുമ്പം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പം ഈസി ആയിട്ടുള്ള ഒരു വർക്ക്, അത് കാശ് നന്നായിട്ട് സമ്പാദിക്കാം, വേൾഡ് മൊത്തം ചുറ്റുക, അങ്ങനെ. ബട്ട് റിയാലിറ്റി വേറെയാണ്. ഇവിടെ തന്നെ ഒരുപാട് പേര് ചതിക്കപ്പെടാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം തുറന്നിട്ടുണ്ട്. മെറൈൻ കോളേജസ് ഇഷ്ടം പോലെ തുറന്നിട്ടുണ്ട്. നമ്മളെ മലയാളീസിലായാലും കുട്ടികൾ 10ാം ക്ലാസ് ഫെയിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് ഞാൻ ഇനി +2 പോകുന്നില്ലെന്ന് പറയുന്നത്. അവർ പറയുന്നത് ഞാൻ ഡയറക്റ്റ് കപ്പലിലോട്ട് പോകാം. ശരി, കപ്പലിലോട്ട് പോയി കഴിയുമ്പോൾ അവർ എന്താണ് അവർക്കുള്ള വർക്ക്? അവർ GP കോഴ്സസ് ചെയ്യേണ്ടി വരുന്നത്. GP കോഴ്സസ് എന്ന് പറയുമ്പോൾ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ്. അത് അറ്റ്ലീസ്റ്റ് അത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 36 മാസം വരെ അവർ 6 മാസത്തെ കോഴ്സിന് ശേഷമാണ് അവർ ഷിപ്പിൽ വരുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ഷിപ്പ് കയറുമ്പോഴും നമുക്ക് ചില കമ്പനീസിൽ പൈസ കൊടുക്കാണ്ട് വരും. ഏജൻസ് ഉണ്ട്. ഏജൻസ് ബോംബെയിൽ ഇഷ്ടം പോലെ ഏജൻസ് കിടപ്പുണ്ട്. ഏജൻസ് ഒക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ കോഴ്സിൽ തന്നെ 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തീർത്തു. സെക്കൻഡ്ലി വെൻ ഇറ്റ് കംസ് ടു ഏജൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ തന്നെ വലിയ കപ്പൽ കാണിച്ചു കൊടുക്കും, ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. വലിയ കപ്പലത് ചെന്ന് കയറുന്നതാ ഒരു പൊട്ട ഫിഷിംഗ് വെസലിലായിരിക്കും. അതും കൊണ്ടുപോയിടുന്നത് ഇറാനെ പോലത്തെ കൺട്രീസിൽ. അങ്ങനെ ഇറാനിൽ ചെന്ന് കഴിയുമ്പോൾ ഇറാൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ശോകമായ അവസ്ഥകളാണ്. ഒരുപാട് കുട്ടികൾ, ഞാൻ വർക്ക് ചെയ്ത സമയത്ത്, ഞാൻ 2018 ഞാൻ ഇറാനിൽ ഇതണക്കത്ത് എൻ്റെ എൻജിനീയറിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയത്. അവിടെ തന്നെ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കൊടുത്തു കഴിഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ട് എത്തിക്കുന്നത് ഏജൻസ്. അവർ പറയുന്നത് നല്ല കപ്പലാണ്, നീ കയറിക്കോ, നിന്റെ ലൈഫ് ചേഞ്ച് ആവും. അവരവിടെ വന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാട പട്ടിപ്പണിയാണ്. മീൻസ് വെയിലത്ത് മൊത്തത്തിൽ തുരുമ്പ് കൊണ്ട് പൊട്ടാറായിരിക്കുന്ന ഷിപ്പുകൾ, അതിൻ്റെ അടിയിലൊക്കെ മറ്റേ MCയിലും തടി കഷണമൊക്കെ ഇടിച്ചു കയറ്റി വെച്ചേക്കുന്ന കപ്പലുകൾ, അതിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നത്. ഇന്നും ഇന്ത്യയിൽ ഒരുപാട് മലയാളികൾക്കും ഈ കാര്യങ്ങൾ അറിയത്തില്ല. അവിടെ അവർക്കുള്ള കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഈ ഏജൻറ്റിൻ്റെ ത്രൂവിലും മുംബൈയിലുള്ള ഏജൻറ്റിൻ്റെ ത്രൂവിൽ പോകുമ്പം, പ്രത്യേകിച്ച് ഇറാൻ വേറെയുള്ള കൺട്രീസിൽ പോകുമ്പം, ഇത് ഇപ്പം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരെങ്ങനെ റിട്ടേൺ വരുന്നതെന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. അവരവിടെ എത്ര വർക്കിംഗ് അവേഴ്സ് ഉണ്ട്? നമുക്ക് കോൺട്രാക്ട് ബേസിസാണ്. നമ്മൾ പോയി കഴിയുമ്പോൾ 9 മാസം അല്ലെങ്കിൽ 6 മാസം. ഈ 9 മാസം പോയി കഴിയുമ്പോൾ തന്നെ 9 മാസം നമുക്ക് സാറ്റർഡേ സൺഡേസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ സാറ്റർഡേ സൺഡേസ് ഇല്ല.
എന്നിട്ട് ഇവര് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചിപ്പിങ് പെയിന്റിങ് ആ തുരുമ്പ് അവർക്ക് ഒരു പ്രൊട്ടക്ഷനും വല്ല സാധനം കൊടുക്കുക. അത് കണ്ണിൽ ഇടേണ്ട പ്രൊട്ടക്ഷനോ ഗ്ലൗസോ അതുപോലും കൊടുക്കാറില്ല. ചിലവർക്ക് സാലറി കിട്ടിയിട്ടില്ല, 5-6 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. ചിലവര് ഒരുപാട് മീൻസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഫുഡ് കഴിക്കാൻ പറ്റാതെ ചിലവർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, സർ കഴിക്കാൻ വയ്യ. എന്താ കാര്യം? അത് മനസ്സ് മടുത്തുപോയി, എന്തോ ഇത്രയും പൈസ കൊടുത്തിട്ട് വന്നതല്ലേ, ചിലപ്പോൾ എനിക്ക് കടലിൽ ചാടാൻ തോന്നും. ആ രീതിയിലുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. മർച്ചൻ്റ് നേവിയുടെ ഡാർക്ക് റിയാലിറ്റി സൈഡാണിത്. ഇത് റീൽസിലും ഇതിലും കാണിക്കുമ്പോൾ മാത്രം എല്ലാവരും ഓടിച്ചാടി അങ്ങോട്ട് കോഴ്സ് ചെയ്ത് 6 ലക്ഷം 5 ലക്ഷം വീട്ടുകാർ സ്വന്തം വീടും വസ്തുവും എല്ലാം ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് അവരെ മക്കളെ സ്വപ്നം നിർവഹിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അവർ രക്ഷപ്പെടട്ടെന്നും പറഞ്ഞു. പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി അവർ പോയി പെടുന്നത് ആപത്തിലോട്ടാണെന്ന് ചിലവർക്ക് അറിയത്തില്ല. ഇതിനെക്കുറിച്ച് നല്ല പഠനം വെച്ച് നല്ല സ്പോൺസർഷിപ്പ് എക്സാം ഒക്കെ എഴുതി സ്പോൺസർഷിപ്പ് വഴി നല്ല കമ്പനീസിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറുണ്ട്. ഞാൻ അനുഭവിച്ചത് 2018 അത് ആ സമയത്തൊക്കെ ഫുഡ് പോലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ചില ദിവസങ്ങൾ. ഞാൻ 13 മാസം നിന്നതിന് ശേഷം ലാസ്റ്റ് കൊറോണ ആയപ്പോഴാണ് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, സൈൻ ഓഫിന് വേണ്ടി കിടന്ന് യാചിച്ചു, എന്നെ വിട്, എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞല്ലോ, വിട് എന്നും പറഞ്ഞിട്ട് പോലും ആരും റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. വർക്ക് കുഴപ്പമില്ലായിരുന്നു, വർക്ക് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ലാസ്റ്റ് ഞാനിങ്ങനെ ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയോണ്ട് അവന്മാർ എനിക്കിട്ട് പണി തരാൻ നോക്കി. അവര് ഇന്ത്യൻസിനെ എല്ലാം പെട്ടെന്ന് സൈൻ ഓഫ് ആക്കി വിട്ട്. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ ഒറ്റപ്പെട്ട്. എന്നിട്ട് ഫുള്ള് ഒറ്റയ്ക്ക് അവർക്കുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഉള്ള പല രീതിയിലുള്ള പരിപാടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതെല്ലാം ഞാൻ അതിജീവിച്ച് വന്നിട്ടുണ്ട്, ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നു. പക്ഷെ അത് കൊറോണ സമയത്ത് അന്നേ ഉള്ളു, പിന്നെ ലോക്ക്ഡൗൺ ആയില്ലേ. ഓക്കെ, മനീഷ് ഇത് പറയുമ്പോൾ തന്നെ മനീഷിന്റെ കണ്ണ് നിറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും പെയിൻ അനുഭവിച്ച ഒരാൾക്ക് മാത്രമാണ് അത് പറയുമ്പം ആ ഒരു കണ്ണിലൂടെ നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം മനീഷ് ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട്, അതായത് ഈ പറഞ്ഞതുപോലെ ഈ കോഴ്സ് പഠിച്ചിട്ടാണ് അപ്പൊ കയറിയത്? ഈ ഒരു 6 month കോഴ്സ്? ഞാൻ 6 months അല്ല, ആക്ച്വലി ഞാൻ 12th ശേഷം ബിടെക് മെക്കാനിക്കൽ ചെയ്തു. അപ്പൊ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ ചിലവർക്കുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പൊടിയും വെയിലും അങ്ങനെയൊക്കെയുള്ള അച്ഛൻ പവർ പ്ലാന്റിന്റെ ആയിരുന്നു, കോൺട്രാക്ടർ ആയിരുന്നു. അപ്പം എനിക്ക് 30 കൊണ്ടുപോയി ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഇത് രക്ഷപ്പെടണമായിരുന്നു. അങ്ങനെ ചെന്നൈ വെച്ച് ബിടെക് ഞാൻ ചെന്നൈയിലാണ് ചെയ്തത്, ഭാരത് യൂണിവേഴ്സിറ്റിയിൽ. അത് ചെയ്തപ്പോൾ അവിടെയും കുറേ നല്ല ഫ്രണ്ട്സ് കിട്ടിയിരുന്നു. അവർക്കുള്ള ബേസിസ് അവർ ഇങ്ങനെ ഓരോ ചർച്ച ചെയ്ത് അവരും ഓരോരോ കമ്പനീസ് മീൻസ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കോഴ്സ് ചെയ്യാൻ കയറിയപ്പം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. എന്നിട്ട് ഞാൻ പോയി ചെന്നൈയിൽ HIMT എന്ന് പറഞ്ഞ കോളേജിലാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് ഒരു വർഷത്തെ കോഴ്സായിരുന്നു. അന്നൊക്കെ വെറും നിസ്സാര പൈസ ഉള്ളായിരുന്നു, 3 ലക്ഷം രൂപ. ഇന്ന് ആ കോഴ്സിന് 9 ലക്ഷം രൂപയാണ്. അതും ചെയ്തിട്ട് ഇവര് 6 മാസം ഉണ്ടെങ്കിലേ നമുക്ക് ഓഫീസർ റാങ്ക് ആയിട്ട് കയറത്തുള്ളൂ. ഈ 6 മാസത്തിന് തന്നെ ഇപ്പം അവർ പോയി കഴിഞ്ഞാൽ ഇപ്പം മെൻ്റൽ സ്ട്രെസ് എന്ന് പറയും, അവർ പറയും ഇമോഷണൽ സ്ട്രെസ്, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം റീൽസ് കണ്ടിട്ടാണ് അവർ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴും നല്ല കമ്പനിയിൽ ചെന്നില്ലെങ്കിൽ ഏജന്റുമാർ പൈസയും മേടിക്കും, പറ്റിക്കും. അത് പിന്നെ ലാസ്റ്റ് ഇപ്പം ഇടയ്ക്ക് തന്നെ ഇപ്പം പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ, കടലിലോട്ട് എടുത്ത് ചാടി പിള്ളേർ. അതൊക്കെ മെയിൻ റീസൺസ് ഈ മെൻ്റൽ സ്ട്രെസ് കാരണം. മെൻ്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡ് ഇതുമൊക്കെ ഓക്കെ ആയിരിക്കും, നമുക്ക് അവധീസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിടത്ത് അലാറം കിടന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കും. എൻജിനിൽ വർക്ക് ചെയ്യുന്നവർ അലാറം കിടന്ന് മുഴങ്ങുമ്പോഴത്തേക്കും നമ്മളെ ഉറക്കം വിട്ടിട്ട് അതിൽ നമ്മൾ എണീറ്റ് പോകണം. ഇപ്പം പിന്നെ വിമൻ സീഫെയറേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ വിമൻ സീഫെയറേഴ്സ് വന്നു തുടങ്ങുമ്പോഴും എൻജിൻ സൈഡിലോട്ട് സ്പെഷ്യലി അവർ വരുമ്പോഴും എനിക്കിതേ പറയാനുള്ളൂ, നിങ്ങൾ മക്കളെ വരുമ്പം ഈ കോഴ്സ് എന്താണെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ട് വേണം വരാൻ. കാരണം
എല്ലാവരും പറയുന്ന കണക്കത്ത് കയറി വന്നിട്ട് ഒരു 6 മാസം ചെയ്തു, സീ ലൈഫിൽ റീൽസ് ഒക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അണ്ടറിൽ കുറച്ച് സീനിയേഴ്സുകൾ കാണും. നമ്മളൊരു ഡിവൈഡ് ചെയ്തല്ലേ ജോലി കൊടുക്കുന്ന. ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ജോലി തന്നെ പെൺകുട്ടികൾ ചിലപ്പോഴൊക്കെ ചിലവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഫിസിക്കൽ ഹാർഡ് വർക്ക് ഉള്ള സാധനങ്ങൾ. ടെമ്പറേച്ചർ ആണെങ്കിൽ ഷിപ്പിന്റെ ടെമ്പറേച്ചർ എൻജിൻ റൂമിൽ എന്ന് പറയുമ്പോൾ 45 മുതൽ 48 ഡിഗ്രി സെൽഷ്യസ്. അത് നിങ്ങൾക്ക് പുറത്ത് തന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഈ മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഡ്രീം ജോബാണ്. എല്ലാവരും അത് ആഗ്രഹിച്ച് ഇതാക്കുക. അപ്പം നോർമലി ഇപ്പം മനീഷ് പറഞ്ഞു വരുന്നത് ഈ ഡിപ്ലോമ കോഴ്സിന്റെ കാര്യം മാത്രമല്ലേ, ഇപ്പൊ BE മറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവരുടെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ BE മറൈൻ ചെയ്തവർക്ക് ഇത് ബിടെക് മറൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം ബിടെക് മെക്കാനിക്കൽ ചെയ്തതിന് ശേഷം 1 വർഷത്തെ GME കോഴ്സ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു സ്പോൺസർഷിപ്പ് എക്സാം ഉണ്ട് വലിയ വലിയ കമ്പനീസിന്റെ. ആ സ്പോൺസർഷിപ്പ് എക്സാം കൊടുത്തിട്ട് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർ ലൈഫ് സെക്യൂർ ആണ്, ലൈഫ് ടൈം. അതേ ഉള്ളൂ. ഇപ്പം 2018 മുതലാണ് ഈ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പം 2026 ആയി, ഏകദേശം 8 വർഷത്തോളം ആവാനായി. അപ്പം ഇത്രയും കാലം ഇത് ഓപ്പൺ ആയിട്ട് പറയാതെ ഇപ്പം മനീഷിന് ഇത് പറയണം തോന്നിയത് എന്താണ്? ഇപ്പൊ ഇത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഡെയിലി ഇപ്പം ഞാൻ നോക്കുമ്പം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുറന്നിട്ടുണ്ട്. ചവറ് കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുറന്നിട്ടുണ്ട്. അതിലത് ഇഷ്ടംപോലെ പെൺകുട്ടികളും വരുന്നുണ്ട്. എൻജിൻ സൈഡിൽ തന്നെ കുറെ ആമ്പിള്ളേരും വരുന്നുണ്ട്. ഇവര് ഇത്ര പൈസയും കൊടുത്തിട്ട് ഇവിടെ കയറി വരുമ്പോഴേ തന്നെ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്രയ്ക്ക് ജോബ് വേക്കൻസി നമുക്ക് വേണമല്ലോ. ജോബ് വേക്കൻസീസ് അത് ഇല്ലാതെ ഈ കുട്ടികൾ ഇങ്ങനെ കയറി വരും. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ കയറി വന്നു കഴിഞ്ഞാൽ ഓക്കെ, അവർക്കുള്ള ലൈഫ് സെക്യൂർഡാണ്. സ്പോൺസർഷിപ്പ് ഇല്ലാതെ അവർ ഈ കോഴ്സ് 9 ലക്ഷം രൂപ അല്ലെങ്കിൽ ചിലതിൽ 7 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ ഇത് കൊടുത്തു. അവർ വീട്ടുകാർ വിചാരിക്കും ഓക്കെ ഇത് കഴിയുമ്പോൾ എനിക്ക് ജോലിയാകും. പ്ലേസ്മെൻറ്റിൻ്റെ സമയം വരുമ്പം ചില കോളേജുകൾ പറയും അയ്യോ നിൻ്റെ പെർഫോമൻസ് അത്രയും പോരായിരുന്നല്ലോ, പിന്നെ എങ്ങനെ നീ പ്ലേസ്മെൻറ്റ് ഒന്ന് കീപ് ട്രൈങ്. അത് കീപ് ട്രൈങ് മാത്രം നടക്കത്തതേ ഉള്ളൂ. അവർ പിന്നെ എത്തിപ്പെടുന്നത് ഫസ്റ്റ് കപ്പൽ കയറാൻ വേണ്ടി വലിയ കപ്പലായിരിക്കും. 5 ലക്ഷം രൂപ കൊടുത്താൽ മതി, നിനക്ക് സാലറി 35-40 രൂപ കിട്ടും 6 മാസത്തേക്ക് കൊണ്ടുകൊടുക്കും. എന്നിട്ട് പോയി എത്തിപ്പെടുന്നത് ചിലപ്പോൾ ഏതെങ്കിലും പൊട്ടക്കപ്പലും ആയിരിക്കാം. അവർ എന്നിട്ട് പറയത്തില്ല, അവർക്ക് എങ്ങനെയെങ്കിലും പൈസ കൊടുത്തതല്ലേ, സീ ടൈം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ടായിരിക്കും അവത്തങ്ങൾ പിന്നെയും കഷ്ടിച്ചതിൽ നിൽക്കുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വരും കാലത്തിൽ കുട്ടികളെല്ലാവരും ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു സെപ്പറേറ്റ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതിൻ്റെ മെർച്ചൻ്റ് നേവിയുടെ എക്സ്പീരിയൻസ് ആയ ഓഫീസേഴ്സ് വന്നിട്ട് ഇത് ഓപ്പൺ അപ്പ് ചെയ്ത് പറയണം. ഇങ്ങനത്തെ ഈ സ്കാം മീൻസ് കോളേജിൻ്റെ പൈസ കൊടുത്തിട്ട് ഇത്രയും രൂപ കൊടുത്തിട്ട് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പം അവരുടെ ലൈഫ് സെക്യൂർ ആണെന്ന് ഇതും കൂടെ ആലോചിക്കേണ്ട ഒരു നിലപാട് വരണം. അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെർച്ചന്റ് നേവിയിലാണ്. സോ ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം ജോലിയെ ബാധിക്കുന്നുള്ളൊരു പേടി മനീഷിനില്ലേ? എൻ്റെ ജോലിക്ക് ബാധിക്കുമെന്ന് എനിക്കൊരു പേടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡാർക്ക് റിയാലിറ്റി എന്ന് മീൻസ് നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ കണ്ണിന് മുമ്പേ നടക്കുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെന്താ, അത് പറഞ്ഞിരിക്കണം. അത് എവിടെ ആയാലും പറഞ്ഞിരിക്കണം. എന്നാലേ നമുക്കും നാളെ ഒരു ഓഫീസറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള അപ്പം സേഫ്റ്റി നമുക്കും വേണം. ഓക്കെ, ഇപ്പം ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള അതേ സ്ട്രഗിളിങ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടോ? അതോ ഒരിക്കലും ഇല്ല. ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ആ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഓഫീസർ റാങ്കില്ല. അപ്പോൾ ഓഫീസർ റാങ്കിലായിരിക്കുമ്പോൾ ഞാൻ ആരെയും അങ്ങനെ ഒരുപാട് ധാർഷ്ട്യം കാണിച്ചിട്ട് ഇന്ന് ഈ വർക്കുകൾ ചെയ്യണം, എൻ്റെ അണ്ടറിൽ തന്നെ കുറെ കുട്ടികളുണ്ടായിരുന്നു, അത് ഞാൻ ഒരിക്കലും അവരെടുത്ത് പറയത്തില്ല നിങ്ങൾ ഇതേപോലെ വർക്ക് ചെയ്യണമെന്ന്. അവർക്ക് ഞാനൊരു സമയം കൊടുക്കും. രാവിലെ അവർ ഉറങ്ങി എണീറ്റതിന് ശേഷം കംഫർട്ടബിളായിട്ട് ഒരു സമയം കൊടുക്കുക. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ചെയ്ത് തീർക്കും. ഞാൻ തരുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തോ അത് അപ്ഡേറ്റ് ആയി ഇരിക്കണമെന്നേ ഉള്ളൂ.
നമ്മളൊരു സാറ് ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, രാജേഷ് എന്നും പറഞ്ഞിട്ട്. മൂപ്പര് എനിക്ക് ഒരുപാട് ഗൈഡൻസ് തരുമായിരുന്നു. മൂപ്പര് തരുന്ന കണക്കത്ത് തന്നെ ഞാൻ ആ ഒരു ഇതിൽ കുട്ടികളെ ഗൈഡ് ചെയ്ത് പോവുമായിരുന്നു. നല്ലൊരു ക്യാപ്റ്റന് നല്ല ചീഫ് എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ. അങ്ങനെ ഞാൻ പഠിച്ചത് അങ്ങനെ രാജേഷ് എന്ന് പറഞ്ഞ സാറും ബിജു എന്ന് പറഞ്ഞ ഒരു സാറുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരെ ത്രൂ ഇല്ല ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് ഞാനിന്ന് ഈ ഒരു സ്റ്റേജ് കയറാൻ പറ്റി. ഡിസിപ്ലിനും കാര്യങ്ങളും ചില കാര്യത്തിലൊക്കെ ഞാൻ ഉഴപ്പും ഉടായ്പൊക്കെ കാണിക്കും. പക്ഷേ അങ്ങനെ ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്നത് ഒരുപാട് പേർക്കുള്ള ജീവിതം വെച്ച മീൻസ്. കാരണം ആ ഷിപ്പില് അത് എപ്പോഴും സെയിലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പം പണി കിട്ടും. നമ്മൾ തന്നെ ബാക്കിയുള്ളവർക്കുള്ള ജീവിതം അപകടത്തിലാക്കും. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ഉടായ്പെന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമ്മൾ പേപ്പർ വർക്കൊക്കെ ചിലപ്പോൾ പറയും, സാർ പറയും ഇന്ന് ഇന്ന പേപ്പർ വർക്ക് തീർക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ജോലി ചെയ്യുമ്പോൾ അത് മറന്നു പോകും. പിന്നെ അത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ തരാം. അങ്ങനെയുള്ള ഉടായ്പകളുള്ളത്. ഓക്കെ. ഇപ്പം ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ പിള്ളേർ അനുഭവിച്ച പോലത്തെ ട്രോമ മനീഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഓവർകം ചെയ്യാനെന്ന് പറഞ്ഞു ഞാൻ ഇത് പോയിട്ട് വന്നതിന് ശേഷം തന്നെ ഫാദർ മരിച്ചുപോയിരുന്നു. ഫാദർ മരിച്ചു പോയിട്ട് 4 വർഷം ഡിപ്രഷനൊക്കെ അടിച്ച് ഈ ഫീൽഡ് വേണ്ടാന്ന് പറഞ്ഞ് നിന്ന ഒരാളും കൂടെ ആയിരുന്നു ഈ ഫീൽഡ്. എന്താണ് പറ്റിയത്? പപ്പ ചോദിച്ചത് സുഖമില്ലാതായിട്ട് ഇതായിപ്പോയി. അങ്ങനെ ഞാൻ ഷിപ്പിൽ നിന്ന് വന്നതിന് ശേഷമായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പം തന്നെ ഒരു 2 സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചു ഈ ഫീൽഡ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ടിരുന്നായിരുന്നു. അങ്ങനെയാണ് പിന്നെ പോയി ചുമ്മാതെ 1 വർഷം കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ നമുക്ക് പിന്നെ ഇനിയിപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കമ്പനിയൊക്കെ അടക്കേണ്ടി വന്നു. മീൻസ് അതിപ്പോൾ റൺ ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് അത്രയും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ പ്രൊഫഷനിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ബേക്കറി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. അത് കുറച്ച് നാൾ ഓടിച്ചു. ഞാനും അനിയനും അമ്മയും. അമ്മ ബാക്ക് ബോണാണ്. അപ്പം മമ്മീനെ കൊണ്ട് എത്രമാത്രം ഇട്ട് ചെയ്യിപ്പിക്കുന്ന അത് ശരിയല്ലല്ലോ. സോ അങ്ങനെ മമ്മി ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു സാറിനെ എപ്പോഴും വിളിക്കുമായിരുന്നു, സക്കീർ എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിക്കാരനെ ചുമ്മാതൊന്ന് വിളിച്ചു നോക്കി, സാർ എന്തെങ്കിലും വാക്കൻസീസ് ഉണ്ടോ? ഞാനിപ്പം പോയിട്ട് വന്നിട്ട് എക്സാമൊക്കെ എഴുതാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കും, പേപ്പറൊക്കെ റെഡി ആവാനുണ്ട്. ചുമ്മാതൊന്ന് വിളിച്ചതേ ഉള്ളു. അപ്പോഴാണ് സാറ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഗോവയിൽ ഷിപ്പുണ്ട്, പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാവോ? അവിടുന്ന് തുടങ്ങിയതാണ്. അവിടുന്ന് തുടങ്ങി അവിടെ ചെന്ന് ഗോവയിൽ ചെന്ന് എത്തിപ്പെട്ട് ഡ്രൈ ഡോക്കിലായിരുന്നു. ആ ഷിപ്പിലെ മൊത്തം പണികളും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പറഞ്ഞാൽ അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, സാറുമാരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ രാജേഷ് സാറ് ബിജു സാറൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടെയൊക്കെ നിന്ന് മെല്ലെ എനിക്ക് അവരെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഫാദർലി ഫീല് കിട്ടാറുണ്ട്. ബിക്കോസ് അത് അത്രയും രീതിയിലാണ് നമ്മളെ കെയർ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. ഞാൻ ഇപ്പം അവരെ കൂട്ടത്തിൽ തന്നെ മീൻസ് അവരെ ഗൈഡൻസിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പം വരെ എൻ്റെ കുട്ടികളും എന്നെ ഇപ്പോഴും മറന്നിട്ടില്ല. അവർ വേറെ ഷിപ്പിലാണ്, നല്ല ഹാപ്പിയാണ്, നല്ല രീതിയിൽ അവർ ഏൺ ചെയ്യുന്നുണ്ട്. ബട്ട് അവർക്ക് എപ്പോഴായാലും ഞാനൊരു സാറെന്നും പറഞ്ഞിട്ട് അവർ വിളിക്കുമ്പോൾ ഉണ്ടല്ലേ, അവർക്കുള്ള ഒരു ബെസ്റ്റായ ഒരു സാറാണെന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാം. കാരണം ഞാൻ അവരെ അങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആരെയും ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാനായിട്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം ആരെയും മുമ്പ് ഇങ്ങനെ 10 വരെ മുന്നിൽ നമ്മൾ ഇങ്ങനെ വഴക്ക് പറയുന്നത് അത് ഇൻസൾട്ടിങ്ങിന് തുല്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്കതൊരു ഗിൽറ്റി ഫീലിംഗ് ചെയ്തിട്ട് ഞാൻ തന്നെ പറയും, പോട്രാ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതല്ലേ. നമ്മൾ ആ ഒരു രീതിയിലായോണ്ട് ഇന്നും കുറേ പേര് ഓർക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതിൻ്റെ ഉള്ളിലെ പെയിൻഫുൾ എക്സ്പീരിയൻസ്, നഷ്ടങ്ങളുടെ, പിന്നെ അതിൽ നിന്ന് പിടിച്ച് കയറി വന്നത്, അങ്ങനെ
ഒത്തിരി കാര്യങ്ങൾ ഇപ്പം മെർച്ചൻ്റ് നേവിയിലോട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു മെസ്സേജ് തന്നെയാണ് മനീഷ് കൊടുത്തത്. അപ്പം ഇത്രയും നേരം ഞങ്ങളോട് ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഞാനും ഭയങ്കര ഇമോഷണലായി. അതായത് ഫാമിലീൻ്റെ ഒരു തൂണാണ് അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കോപ്പപ്പ് ചെയ്ത് വരിക, ബാക്ക് ബോണായിട്ട് സപ്പോർട്ടായിട്ട് അമ്മ കൂടെ നിൽക്കുക, അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലാവും, മനീഷിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും മനീഷെ ഇനിയും നല്ല രീതിയിലെത്തട്ടെ, ഉയർച്ചകളിലെത്തട്ടെ. നാളെ മെർച്ചൻ്റ് നേവിയിലൊരു ടോപ്പ് ഇതിലായിട്ട് മനീഷ് എത്തട്ടെ. അപ്പം ഇതിൽ നടക്കുന്ന സ്കാമും കാര്യങ്ങളൊക്കെ മനീഷിന് നിർത്തലാക്കാൻ സാധിക്കട്ടെ. അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു.